ഹലോ നമസ്കാരം. ഞാൻ മുമ്പ് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ആയിട്ട് മുമ്പ് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ ഗ്യാപ്പ് വന്നു. അതിനുശേഷം ഇപ്പം ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് വേണം. ഞാൻ ഇത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിലെ ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ക്രിക്കറ്റ് കാണും, ക്രിക്കറ്റ് കളിക്കും. അപ്പം എൻ്റെ വീട്ടിൽ നിന്നും കസിൻസും ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞു, എന്നാൽ നിനക്ക് എന്തെങ്കിലും ക്രിക്കറ്റിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തുകൂടെ, ചെയ്ത് നോക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അമ്മച്ചെന്നാൽ ചെയ്ത് നോക്കിയേക്കാന്ന് വിചാരിച്ചു, ട്രൈ ചെയ്ത് നോക്കിയേക്കാന്ന് വെച്ചു. ക്രിക്കറ്റിനെ പറ്റി വീഡിയോ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, എന്നാലും അക്കൂട്ടത്തിൽ ഒരാളും കൂടി കൂടിക്കോട്ടെ. അപ്പോൾ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ മാത്രം പെട്ടെന്ന് പറയാം. ഇന്നലെ ഇന്ത്യൻ ടീമിൻ്റെ 2 കളികളുണ്ടായിരുന്നു. ഒന്ന് ഇന്ത്യ അയർലൻഡ് തമ്മിലുള്ള മെൻസ് ടീമിൻ്റെ, അതേപോലെ ഇന്ത്യയും ഓസ്ട്രേലിയ തമ്മിലെ വുമൻസ് വേൾഡ് കപ്പിലെ കളി. 2 കളിയും ഞാൻ കണ്ടതാണ്. ഇന്ത്യ ആദ്യത്തെ 2 കളിയും തോറ്റു, അയർലൻഡിനൊപ്പം സീരീസ് തോറ്റു. അത് വളരെ വിരളമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. കാരണം ഇന്ത്യയെ പോലത്തെ ഒരു ടീം, അയർലൻഡ് മോശപ്പെട്ട് കാണുന്ന ടീമല്ല, അയർലൻഡ് നല്ല ടീമാണ്. പക്ഷേ അയർലൻഡിനൊപ്പം നമ്മൾ തോറ്റു. ആദ്യത്തെ കളിയും തോറ്റു, രണ്ടാമത്തെ കളിയും തോറ്റു. രണ്ടും ഒരേ പാറ്റേണിലാണ് തോറ്റത്. അപ്പം ആദ്യത്തെ കളി തോറ്റ പാറ്റേൺ മാറ്റി രണ്ടാമത്തെ കളി നമുക്ക് ചേഞ്ച് ചെയ്യായിരുന്നു. നമുക്ക് രണ്ടാമത്തെ കളി ടോസ് ഇട്ട് നമുക്ക് ബാറ്റ് ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അത് നമ്മൾ ഫസ്റ്റ് കളിയിലെ പോലെ തന്നെ ചേസിങ് ചൂസ് ചെയ്തു. ഫസ്റ്റ് കളി സംഭവിച്ചോളൂ അതേപോലെ സംഭവിച്ചു. അതേപോലത്തെ സഞ്ജു സാംസൺ 2 കളിയും കളിച്ചില്ല. ആദ്യത്തെ കളി 5 റൺ എടുത്തു, രണ്ടാമത്തെ കളി ഫസ്റ്റ് ബോളിലൊക്കെ ഔട്ടായി. അപ്പോൾ എല്ലാവരും പറഞ്ഞു സഞ്ജു സാംസണെ പുറത്താക്കി വൈഭവ് സൂര്യവംശിനെ കൊണ്ടുവരണം എന്ന് പറയുന്നു. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം സഞ്ജു സാംസൺ നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്തിക്കൊണ്ടാണ് 2026 വേൾഡ് കപ്പിൽ നമ്മൾ ജയിച്ചത്. 2026 T20 വേൾഡ് കപ്പ് നമ്മൾ ജയിച്ചത്. അപ്പോൾ സഞ്ജു സാംസൺ പുറത്താക്കണം ഞാൻ ഒരിക്കലും പറയില്ല. സഞ്ജു സാംസൺ കണ്ടിന്യൂസ് റൺ കൊടുക്കണമെന്നേ ഞാൻ പറയുള്ളൂ. അതേപോലെ തന്നെ വുമൻസ് ടീമിൻ്റെ കാര്യം. വുമൻസ് ടീമിൻ്റെ ഇന്നലെ ഓസ്ട്രേലിയ പേരെ നമ്മൾ ജയിച്ചാൽ മാത്രമായിരുന്നു നമുക്ക് സെമി ഫൈനലിൽ കടക്കാൻ പറ്റുക. 2020 സെമി ഫൈനലിൽ കടക്കാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇന്നലെ തോറ്റു. അപ്പോൾ നമ്മളെ സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്ക കയറി. നമുക്ക് സൗത്ത് ആഫ്രിക്കേൻ്റെ പേരും കളി ഉണ്ടായിരുന്നു. ആ കളി നമുക്ക് സുഖമായിട്ട് ജയിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ നമ്മളത് ജയിച്ചില്ല. നമ്മൾ ആ കളി നമ്മളെ ഫീൽഡിങ് പിഴവ് കൊണ്ട് നമ്മൾ തോറ്റു. 2 ക്യാച്ച് ഡ്രോപ്പ് ചെയ്തു. മരസാൻ ക്യാപ്പ് എന്ന് പറയുന്ന സൗത്ത് ആഫ്രിക്കൻ്റെ പ്രീമിയം ഓൾറൗണ്ടർ, വേൾഡിലെ 1ാം നമ്പർ ഓൾറൗണ്ടർമാരിൽ ഒരാൾ 2 ക്യാച്ചാണ് നമ്മൾ ഡ്രോപ്പ് ചെയ്തത്. ആ രണ്ട് ക്യാച്ചിൽ ഏതെങ്കിലും ഒരു ക്യാച്ച്, രണ്ടാമത്തെ ക്യാച്ച് നമ്മൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ കളി സുഖമായിട്ട് ജയിക്കുവാനും നമുക്ക് സുഖമായിട്ട് സെമി ഫൈനലിലെത്തി നമ്മൾ ജയിക്കണമെന്നില്ല. നമുക്ക് സ്ട്രോങ് ടീമാണ് വരിക. ഇംഗ്ലണ്ട്, വെസ്റ്റ് ഇൻഡീസ് ഒക്കെയാണ് വരിക. എന്നാലും നമുക്കൊരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ 2020 ഇന്ത്യ കുറച്ചും കൂടി വുമൻസ് ടീം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ വുമൻസ് ടീമിൻ്റെ ഫീൽഡിങ് വളരെ മോശമാണ്. അത് നമ്മൾ കുറേ ബെറ്റർ ആക്കാനുണ്ട്. അതേപോലെ മെൻസ് ടീമിൻ്റെ ഫീൽഡിങ് മുമ്പത്തെ പോലെ അത്ര പോരാ, വളരെ ദയനീയാവസ്ഥയാണ്. മുമ്പ് നമുക്ക് കുറേ നല്ല ഫീൽഡേഴ്സ് ഉണ്ടായിരുന്നു, എന്നാലും ഇപ്പം നല്ല ദയനീയാവസ്ഥയാണ്. അത് നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ആക്കിയാൽ മാത്രമേ നമുക്കിനി അങ്ങോട്ട് പോകുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. വുമൻസ് ടീം 2025 വൺ ഡേ വേൾഡ് കപ്പ് ജയിച്ചതാണ്. പക്ഷേ അതിൻ്റെ കരുത്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ ഇനി വരുന്ന വേൾഡ് കപ്പൊക്കെ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓക്കെ, ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് വീഡിയോ ഇടുന്നത്. അപ്പം നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം. അങ്ങനെയാണെങ്കിൽ ഇനിയും ക്രിക്കറ്റിനെ പറ്റിയുള്ള കുറേ വീഡിയോസ് ഞാൻ ഇനിയും എനിക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇടുന്നതാണ്. അതേപോലെ തന്നെ ക്രിക്കറ്റ് മാത്രമല്ല വേറെയും കുറേ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതേപോലെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.